നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് PYQs ആണ് നോക്കുന്നത്. മോസ്റ്റ്ലി അസേർഷൻ റീസണിങ് പോലത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു പാറ്റേണിലാണല്ലോ പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. അപ്പം അത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കാം, നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാ വരുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 to 22 ആണല്ലേ. അപ്പം അത് ഓപ്ഷൻ ഡി വരുന്നത്. ഇനി സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ് വരുന്നത്. ഇനി അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാ വരുന്നത്? 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1D, 2C, 3A, 4B. അപ്പം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് റീക്യാപ്പ് ചെയ്യാം. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മെയിൻലി 6 എണ്ണമാണ് വരുന്നത്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23ഉം 24ഉം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29ഉം 30ഉം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അത് ആർട്ടിക്കിൾ 32. ഇതിന്റെ ഒരു റെമഡിയൽ മെഷേഴ്സ് ആയിട്ടാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിട്ടുകൾ പഠിക്കാനുണ്ട്. അതും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കാം. അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം ഈ ഒരു സമയം കൊണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ റിട്ടുകളിൽ 5 റിട്ടുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു ആളെയോ അല്ലെങ്കിൽ ആ ഫിസിക്കൽ ബോഡി അവിടെ ഹാജരാക്കുക, അപ്പൊ ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, വി കമാൻഡ് എന്ന് പറയും. പിന്നെ പ്രൊഹിബിഷൻ, സെറിഷ്വറി, കോവാറണ്ടോ എന്ന് പറയുമ്പോൾ ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്താൽ. അപ്പൊ ഇതാണ് 5 റിട്ടുകൾ. ഇത് ഓർത്തിരിക്കുക. ഇവിടെ നിന്നൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? അപ്പൊ ഏതാണ് മൗലിക കർത്തവ്യങ്ങളിൽ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ ഇത് മൂന്നും അതിൽ പെടുന്നതാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ആണ് ഉത്തരം വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓപ്ഷൻ ബി ആണ്, സുകുമാർ സെൻ. അടുത്ത ചോദ്യം, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് ആണെന്ന്, ആ ഒരു ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 61ാം ഭേദഗതിയാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പല കാര്യങ്ങളും പല രാജ്യത്തിന്റെ ഭരണഘടനകളിൽ നിന്ന് ബോറോ ചെയ്തതാണ്. അതപ്പോ എവിടെ നിന്നാണ്, സോഴ്സ് എവിടെ നിന്നാണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, സോവിയറ്റ് യൂണിയൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, ആനന്ദമഠം അല്ലേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഇവരെല്ലാവരും അംഗങ്ങളായിട്ടുള്ളവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ഡി, ഇവരെല്ലാം എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആർട്ടിക്കിൾസും അതിന്റെ വിവരണവുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? ആർട്ടിക്കിൾ 17 അല്ലേ.
ഇനി ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, റൈറ്റ് ടു ലൈഫ് വരുന്നത് ഏതാ? വകുപ്പ് 21 വരുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നും പറയുന്നത് അതേതാണ്? വകുപ്പ് 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണത്. അപ്പൊ അങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഇതിൽ ഏതാ വരിക? ഓപ്ഷൻ A ആണ്. A4, B1, C2, D3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ കീവേഡ് കിട്ടി, ആജ്ഞാപിക്കുന്നത് കൊണ്ട്. അവിടെ നമുക്ക് പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വി കമാൻഡ് ചെയ്യുന്നു. ഏതാണ്? മാൻഡമസ്, ഓപ്ഷൻ ബി. അപ്പൊ ആജ്ഞ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കമാൻഡ് ആണെന്ന് ഓർക്കുക കേട്ടോ. മാൻഡമസ് ആണ് ആ റിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 22. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, 8ാമത്തെ പട്ടികയിലാണ് ഔദ്യോഗിക ഭാഷകളെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. 8ാമത്തെ പട്ടിക ഔദ്യോഗിക ഭാഷകളെ പറ്റി പരാമർശിച്ചിരിക്കുന്നു. എത്ര എണ്ണം? 22 എണ്ണമാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 9. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു, ഗോത്രമേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു, ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ്? ഫെഡറലിസത്തിനെ പറ്റിയൊക്കെയാണ് അവിടെ പറയുന്നത്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ 7ാമത്തെ പട്ടികയിൽ സ്റ്റേറ്റ് ആൻഡ് സെന്ററിന്റെ അധികാര വിഭജനമാണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം, ഇവയൊന്നുമല്ല. ഇതിൽ ഏതായത് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എവിടെയാണ് വരുന്നത്? ആർട്ടിക്കിൾ 21A അപ്പം അത് ഇവിടെ പെടുന്നില്ല. അടുത്ത ചോദ്യം, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ശ്രീലങ്ക. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏത്? അതേതാണ്? ആർട്ടിക്കിൾ 51 ക്ലോസ് 4 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 97 ഇതിനെ പറ്റിയൊക്കെ പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. സഞ്ചിത നിധി എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് കേട്ടോ. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച ആവാൻ പാടില്ല എന്നാണ് ശരിക്കുള്ളത്. അപ്പം ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അടുത്തത്, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 39B ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ, 91ാം ഭരണഘടനാ ഭേദഗതി. ഇതും ഈ ക്വസ്റ്റ്യനിൽ ഓർത്തിരിക്കുക കേട്ടോ. 15% കവിയാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് മന്ത്രിമാരുടെ എണ്ണം. അപ്പൊ മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. അത് ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. ശരിയാണോ? അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ്? 2/3 അല്ല, 1/3 1/3 ആണ് പിരിഞ്ഞു പോകുന്നത്. അടുത്തത്, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ധനബിൽ എന്ന് പറയുമ്പോൾ മണി ബില്ല് എവിടെയാണ് ആരംഭിക്കേണ്ടത്? ലോക്സഭയിലാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2, 3, 4. അടുത്ത ചോദ്യം,
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ PK തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്തത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്. 4-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഏതാണ്? DPSP പെടാത്തത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിൽ, തുല്യ അവസരം. അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? 3-ഉം 4-ഉം ആണ്. മറ്റേത് രണ്ടും 1-ഉം 2-ഉം DPSP പെടുന്നതാണ്. 3-ഉം 4-ഉം എവിടെയാണ് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ഓപ്ഷൻ എ 9. അടുത്ത ചോദ്യം, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? C-Vigil ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, C-Vigil. ഇനി ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം ശരിയാണ്. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം അതും ശരിയാണ്. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. മദ്യനിയന്ത്രണം ഏതിലാണ് വരിക? സംസ്ഥാന ലിസ്റ്റിലാണ് വരിക. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലാണ് വരിക. അപ്പൊ ഇതിൽ 3 തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്ത ഓപ്ഷൻ ബി 1, 2 എന്നിവ ശരിയാണ്. അടുത്തത്, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി കിരൺ റിജിജു ആണ് ഇപ്പത്തെ കേന്ദ്ര പാർലമെന്ററി വകുപ്പ് കാര്യമന്ത്രി കേട്ടോ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം തീയതി ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? അപ്പൊ ഏത് ഭാഗത്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്? ആമുഖത്തിലാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ആമുഖത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. വകുപ്പ് 18. അപ്പം അബോളിഷൻ ഓഫ് ടൈറ്റിൽ കേട്ടോ. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക. UCC വകുപ്പ് 44. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിന്റെ ഏത് രൂപത്തിലുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്നു. വകുപ്പ് 17. ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മനുഷ്യക്കച്ചവടത്തിന്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിന്റെയും നിരോധനം. വകുപ്പ് 23. അപ്പം ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ നമ്മളെ നിർബന്ധിച്ച് ഫോഴ്സ്ഡ് ലേബർ ചെയ്യിപ്പിക്കലും അബോളിഷ് ചെയ്യാന്നുള്ളത് വകുപ്പ് 23. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് അതായത് ഇതിൽ ബന്ധമില്ലാത്ത ഉത്തരം എന്ന് പറയുന്നത് വകുപ്പ് 44 ആണ്. അത് DPSP വരുന്നതാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. ബാക്കി 3ഉം എവിടെയാണ് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. അപ്പൊ അതാണ് ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അമെൻമെന്റ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതിൽ 3 കോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 കോളത്തിൽ മാച്ച് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 73-ാം ഭേദഗതി, 86-ാം ഭേദഗതി. അപ്പൊ ഇതിൽ 42-ാം ഭേദഗതി ആണല്ലേ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഒരുപാട് അമെൻമെന്റുകൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭേദഗതിയാണ് 42-ാം ഭേദഗതി. അപ്പൊ അതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നത്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മൗലിക കടമകളും കൂടി അതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി 44-ാം ഭേദഗതി വരുമ്പോൾ 44-ാം ഭേദഗതി ഏതാണ് വരിക? വകുപ്പ് 300A ആണ് വരിക. അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത്? 1978 ആണ് C കോളത്തിൽ മാച്ച് ചെയ്യാൻ പറ്റുക. ഇനി 73-ാം ഭേദഗതി എന്ന് പറയുമ്പോൾ 12-ാം പട്ടികയാണ് വരിക. അതുപോലെ ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടുത്തി എന്നാണ് വരിക. 86-ാം ഭേദഗതി വകുപ്പ് 21A ആണ് വരിക. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി എന്നുള്ളതാണ് വരിക. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഡി ആണ്. അപ്പം ഈ ഭേദഗതികളൊക്കെ ഒന്ന് നല്ലോണം അറിഞ്ഞിരിക്കണം. ഇപ്പൊ എല്ലാം പഠിക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഭേദഗതികൾ ഉണ്ട്. അത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതൊന്ന് നല്ലോണം പഠിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എന്തായാലും ഓർത്തിരിക്കേണ്ട ഭേദഗതികളാണ് ഇവിടെ പറയുന്നത്. 24-ാം ഭേദഗതി 1971 മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചതാണ് 24-ാം ഭേദഗതി. പിന്നെ 42-ാം ഭേദഗതി അതിൽ ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നത് കൊണ്ട് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം ആമുഖം വന്നപ്പം സോഷ്യലിസ്റ്റ്, സെക്യുലർ ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്നില്ല. ഈ 3 വാക്കുകളും 42-ാം ഭേദഗതിയിലാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തി.
ഇനി 44-ാം ഭേദഗതിയിൽ സ്വത്തവകാശത്തിന് റൈറ്റ് ടു പ്രോപ്പർട്ടീനെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്തു 300A കൊണ്ടിട്ടു. അപ്പം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. അതുപോലെ അടിയന്തരാവസ്ഥ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി. ഇനി 52-ാം ഭേദഗതി അത് കൂറുമാറ്റ നിരോധന നിയമം ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നു. അതിന് 10-ാം ഷെഡ്യൂളിൽ ചേർത്തു. ഇനി 61-ാം ഭേദഗതിയിൽ വോട്ടവകാശത്തിനുള്ള പ്രായപരിധി 21-ൽ നിന്ന് 18 കുറിച്ചു. 73-ാം ഭേദഗതി പറയുന്നത് പഞ്ചായത്തി രാജ് സംവിധാനമാണ്. അപ്പൊ അതിന് എന്ത് ചെയ്തു, ഭരണഘടനാ പദവി നൽകി. അതുപോലെ തന്നെ 74 മുനിസിപ്പാലിറ്റി നഗരസഭ, അപ്പൊ മുനിസിപ്പാലിറ്റികൾക്കും നഗരസഭകൾക്കും ഭരണഘടനാ പദവി നൽകി. 86 ഏത് വരുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത്. ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. ഇനി റീസെന്റ് നടന്ന ഭേദഗതികളാണ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. 101-ാം ഭേദഗതിയിലാണ് GST നടപ്പിലാക്കുന്നത്. ഇനി 102-ാം ഭേദഗതിയിലാണ് എന്ത്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് ഭരണഘടനാ പദവി നൽകുന്നത്. 103-ാം ഭേദഗതിയിലാണ് EWS വിഭാഗത്തിന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗക്കാർക്ക് 10% സംവരണം കൊണ്ടുവന്നത്. 104-ാം ഭേദഗതിയിലാണ് എന്ത് ചെയ്തത്, SC/ST സംവരണം 10 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതിന്റെ കൂടെ എന്ത് ചെയ്തു, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനുണ്ടായിരുന്ന നോമിനേഷൻ സീറ്റുകൾ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും അവർക്കുണ്ടായിരുന്ന നോമിനേഷൻ സീറ്റുകൾ നിർത്തലാക്കി. ഇനി 105-ാം ഭേദഗതിയിലാണ് എന്താണ്, SCBC സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്, സാമൂഹികമായും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ നിശ്ചയിക്കാനുള്ള, ആരാണ് ആ കാറ്റഗറിയിൽ പെടുന്നത് നിശ്ചയിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിച്ചു. 106-ാം ഭേദഗതി ഏറ്റവും റീസെന്റ് ആയിട്ട് 2023 വന്നതിലാണ് വനിതാ സംവരണ ബില്ല്, നാരി ശക്തി വന്ദൻ അധിനിയമം എന്ന് പറയും. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് 33% റിസർവേഷൻ വേണം, എവിടെ, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വേണം എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇപ്പൊ റീസെന്റ് വന്ന ഭേദഗതികൾ, ഇത് ഓർത്തിരിക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും. അപ്പം ഇതെല്ലാതും കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാ. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4, 5 കൺകറന്റ് ലിസ്റ്റിൽ പെടും. അപ്പൊ യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അറിയാലോ. നമ്മുടെ ഓരോ വിഷയങ്ങളും സ്റ്റേറ്റിനാണോ തീരുമാനം എടുക്കാൻ പറ്റുന്നത്, അതോ യൂണിയൻ ആണോ തീരുമാനം എടുക്കാൻ പറ്റുന്നത്, അതോ ഇവർ രണ്ടുപേരും കൂടി തീരുമാനം എടുക്കണോ എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയുക ഡിഫറൻസിയേഷനിൽ വരുന്നത്. അപ്പൊ രണ്ടുപേരും കൂടെ തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക കേട്ടോ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും ഒക്കെ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് ഏതൊക്കെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. അത് ശരിയാണ്. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. അതും ശരിയാണ്. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. അതും ശരിയാണ്. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. അത് വിവേചനാധികാരത്തിൽ പെട്ടതല്ല, അല്ലെ, ഡിസ്ക്രിഷണറി പവർ അല്ല. അപ്പം 4 ഓൺലി ആണ് വരിക. ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രാജ്യസഭ എന്താണ്, പെർമനന്റ് ഹൗസ് ആണ്. അത് സ്ഥിരമായിട്ട് പോകുന്നൊരു സഭയാണ്. അപ്പൊ അവിടെ ഓരോ വ്യക്തിയുടെയും കാലാവധി 6 വർഷമാണ്. പക്ഷെ 1/3 മെമ്പേഴ്സ് മാറി മാറി വരും. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, സ്ഥിരമായിട്ടുള്ള ഒരു പെർമനന്റ് ഹൗസ് ആണ് അത്. രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP സമ്പ്രദായത്തിലൂടെയാണ്. അതും തെറ്റാണ്. FPTP അല്ല, അവിടെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രാജ്യസഭാംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണം. 35 അല്ലല്ലോ, 30 വയസ്സാണ്. അപ്പൊ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഹൗസ് ഓഫ് ദ പീപ്പിൾ ഏതാ, ലോക്സഭയാണ്, രാജ്യസഭയല്ല. രാജ്യസഭ അപ്പർ ഹൗസ് ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരിക. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ, 104-ാം ഭേദഗതി കേട്ടോ. 104-ാം ഭേദഗതിയിലാണ് ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ ഒഴിവാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം മുംബൈയാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ഇതിന്റെ ആസ്ഥാനം മുംബൈ അല്ല, എവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2 and 4.
അടുത്ത ചോദ്യം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത്? 86th അമെൻമെന്റ് ആണ്, 86ാമത് ഭേദഗതി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? അപ്പൊ കരട് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അംബേദ്കറെയാണ് ഓർമ്മ വരിക. പക്ഷെ ഇവിടെ നമുക്ക് 1928 കാര്യമാണ് പറയുന്നത്. അവിടെ കരട് രേഖ നിർമ്മിച്ചത് മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഒരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തത് ഏത്? രാഷ്ട്രത്തലവന്റെ അധികാരം, രാഷ്ട്രത്തലവന്റെ പേര്, രാഷ്ട്രത്തിന്റെ പേര്, നിയമനിർമ്മാണ സഭയുടെ പേര്. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആണ് രാഷ്ട്രത്തലവന്റെ പേര്. അത് വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള കാര്യമല്ലല്ലോ നമ്മൾ ഇവിടെ പറയണേ. ആ ഒരു പവർ അവർ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുള്ളൂ. അല്ലാണ്ട് ഒരു ഇൻഡിവിജ്വലിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ രാഷ്ട്രത്തലവൻ ആരാണ് എന്നുള്ളതൊന്നും കാര്യമില്ല. രാഷ്ട്രത്തലവന്റെ ആള് ഹോൾഡ് ചെയ്യുന്ന പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക. അപ്പം രാഷ്ട്രത്തലവന്റെ പേരാണ് ഇതിൽ പെടാത്തത് കേട്ടോ. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 40 ആണ് കേട്ടോ. അടുത്തത്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ് യൂണിഫോം സിവിൽ കോഡ് വന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? അപ്പൊ ഈ ഓപ്ഷൻസിൽ നിന്ന് ഓപ്ഷൻ ബി ആണ്, പാർലമെന്ററി കാര്യസമിതിയിലാണ് മോദി ഗവൺമെന്റ് രൂപീകരിച്ച ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്തത് കേട്ടോ, പാർലമെന്ററി കാര്യസമിതി. അടുത്തത്, തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലല്ല കേട്ടോ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അതും ശരി. അപ്പൊ ഇവിടെ 1ഉം 3ഉം ആണ് ശരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഓൺലി 1 and 3. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ശരിയാണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. അതും ശരിയാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ല, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെയാണ് സാമ്പത്തിക സ്ഥിതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇവർ കൊടുക്കേണ്ട റവന്യൂ എത്ര കൊടുക്കണം, അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ റവന്യൂവിൽ നിന്ന് എത്ര വേണം ഈ മുനിസിപ്പാലിറ്റികളിലേക്കും അതുപോലെ തന്നെ നഗരസഭകളിലേക്കൊക്കെ എത്ര വെച്ച് കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് ഈ സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ എടുക്കുന്നത്. അപ്പൊ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. അപ്പം ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺലി 1 and 2. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കൃഷിയും പോലീസും, ജയിലും, തദ്ദേശ ഗവൺമെന്റും, വിദ്യാഭ്യാസവും വനവും. അപ്പൊ ഇതിൽ 1ഉം 2ഉം ശരിയാണ്. വിദ്യാഭ്യാസവും വനവും എവിടെയാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. അടുത്ത ചോദ്യം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. ശരിയാണ്. പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രതിപക്ഷ നേതാവ് ഇതിലൊരു അംഗമാണ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. പ്രതിപക്ഷ നേതാവ് ഇതിലൊരു അംഗമല്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓൺലി 1 and 2 ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജമദാർ ആണ്. ശരിയാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു. ഇല്ല അല്ലേ? കേരളത്തിൽ എവിടെയുള്ളത്? എറണാകുളത്ത്, കൊച്ചിയിലാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് 1 and 2 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഡി, ഓൾ ഓഫ് ദ എബവ് ആണ് കേട്ടോ. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. നാഗാലാൻഡ്, മിസോറാം, ജമ്മു കാശ്മീർ, മേഘാലയ. അപ്പം ഇതിൽ നേരിട്ട് ബാധകമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നാഗാലാൻഡ്, മിസോറാം, മേഘാലയയിൽ നേരിട്ട് ബാധകമല്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1, 2 and 4.
ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പൊ അംഗീകരിച്ച ഡേറ്റും നടപ്പിലാക്കിയ ഡേറ്റുമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ നവംബർ 26, 1949, ജനുവരി 26, 1950 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. അപ്പൊ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാനുള്ളത് ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 356 ആണ്. സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ട് അവിടെ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാനുള്ളത് കേട്ടോ. അടുത്തത്, ഇത് ആക്ച്വലി ക്യാൻസൽ ആയി പോയ ചോദ്യമാണ്. മിനി റിവിഷൻ അല്ല ഇവിടെ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ശരിക്കും വരേണ്ടത്. അപ്പം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാ? 42ാം ഭേദഗതി ആയിരുന്നു. ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ആർട്ടിക്കിൾ 17 ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെ? ഓപ്ഷൻ എ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഇത് വീണ്ടും മറ്റേ ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞ മിനി റിവിഷന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു വന്നതാണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? അപ്പം ആദ്യത്തെ ആ ടെനേറ്റീവ് ആയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സെക്ഷൻ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പല ഭാഗങ്ങളും പല രാജ്യത്തിന്റെയും റെഫർ ചെയ്തിട്ട്, പല രാജ്യത്തിന്റെയും ഭരണഘടന റെഫർ ചെയ്തിട്ട് ബോറോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ രാജ്യമാണ്, ഏതൊക്കെയാണ് അതിന്റെ സോഴ്സസ്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നിയമനിർമ്മാണ പ്രക്രിയ നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അത് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അത് നമ്മൾ കാനഡയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ DPSP അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, 14233241. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്രാൻസിൽ നിന്നല്ല എടുത്തിട്ടുള്ളത്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അത് ശരിയാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. 7 ഇല്ല, ഇപ്പൊ 6 ഉള്ളത്. അപ്പൊ ഇതിൽ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പൊ DPSPയിൽ ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, രാജ്യത്തിനു മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമസംഹിത, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ഐത്താചാര നിർമ്മാർജ്ജനം. അപ്പൊ ഇതിൽ ഐത്താചാര നിർമ്മാർജ്ജനമാണ് വരാത്തത്. ബാക്കി 3ഉം അതിൽ പെടുന്നതാണ്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എവിടെയാ വരുന്ന? ആർട്ടിക്കിൾ 17 ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കേട്ടോ, മറക്കരുത്. ഇനി വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഭേദഗതി ആണ്. നേരത്തെ നമ്മൾ ഭേദഗതി പറഞ്ഞു. അപ്പൊ വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. 42ാമത് ഭേദഗതി ഏതാ വരുന്നത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. സോഷ്യലിസ്റ്റ്, സെക്യുലർ മാത്രമാണോ? വേറൊരു സംഭവം കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് അറിയുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എന്താണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, പിന്നെ മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ അതിന് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി 86ാമത് ഭേദഗതി. 86ാമത് ഭേദഗതി എന്താണ്? നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി എന്താണ് വരുന്നത്? 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് നിയമമാണ് വരുന്നത്. 52ാമത് ഭേദഗതി എന്താ വരുന്നത്? അതാണ് കൂറുമാറ്റ നിരോധന നിയമം, ആന്റി ഡിഫെക്ഷൻ വരുന്നത്. അപ്പൊ ഇതിൽ ഈ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ്. അതും ശരിയാണ്. എല്ലാ ബില്ലുകളും അവസാനം പ്രസിഡന്റിന്റെ അസെന്റ് വേണം. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല.
20% അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 20 അല്ല, 15%. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഇൻഷുറൻസ്, വനം, പോലീസ്, കൃഷി. അപ്പൊ ഇതിൽ കറക്റ്റ് വനമാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പം 73ാമത് ഭേദഗതി നമ്മൾ പറഞ്ഞു പഞ്ചായത്തി രാജ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്: സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അത് ശരിയാണല്ലേ, ഒരു 3 ടയർ സിസ്റ്റം ആണ് വരുന്നത്. ഇനി സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പൊ ഇതിൽ 10 വർഷം കൂടുന്തോറും എന്ന് പറയുന്നത് തെറ്റാണ്. 5 വർഷം കൂടുന്തോറാണ് ഇങ്ങനെ ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, രാംനാഥ് കോവിന്ദ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. അതും ശരിയാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ചോദ്യം, 1947 ഡിസംബർ 31 കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതാണ്? ഓപ്ഷൻ എ മദ്രാസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ്? ഐക്യരാഷ്ട്രസഭ, മത്സ്യബന്ധനം, വിദേശ വായ്പകൾ, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സാമ്പത്തിക സാമൂഹിക ആസൂത്രണം. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. മന്ത്രിമാരെ നിയമിക്കുന്നതിനുള്ള അധികാരം, കോർട്ട് മാർഷൽ കേസുകൾ മാപ്പ് നൽകാനുള്ള അധികാരം, താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം, പാർലമെന്റ് വിളിച്ചുകൂട്ടാനുള്ള അധികാരം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരമാണ്. അവിടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ഏതാണോ അതോറിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരുടെ എയ്ഡ് ആൻഡ് അഡ്വൈസിലാണ് നിയമിക്കാനുള്ള അധികാരം ഉള്ളത്. അപ്പം സമ്പൂർണ്ണ അധികാരം അവിടെ ഇല്ല. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശമുള്ളത്? ആർക്കാണ്? ഓപ്ഷൻ ബി, ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ആർട്ടിക്കിൾ 358 ഇത് ഇവിടെ എമർജൻസിനെ പറ്റിയിട്ടാണ് ഈ കോണ്ടെക്സ്റ്റ് വരുന്നത് കേട്ടോ. എമർജൻസി ആണ് വരുന്നത്. ആർട്ടിക്കിൾ 359 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. അത് അവിടെ അങ്ങനെ ഒരു പ്രൊവിഷൻ പറയുന്നില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. അത് ശരിയാണ്. ആർട്ടിക്കിൾ 360 സ്വാതന്ത്ര്യത്തിന് ശേഷം 3 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 360 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി ആണ്. ഇതുവരെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇന്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എത്രയാണ്? 20 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.
അടുത്ത ചോദ്യം, രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? രാജ്യസഭയിലെ സഭാ നേതാവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ആണ് കേട്ടോ. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്തി രാജ് മന്ത്രാലയം ഡാഷ് ഒരു ഉപയോക്തൃ സൗഹൃദ വെബ്സൈറ്റ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. അപ്പൊ ഏതാണ് ആ ഒരു പോർട്ടൽ? ഇ ഗ്രാമസ്വരാജ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പൊ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന എന്താണ് ഒരു പോർട്ടലാണ് ഇ ഗ്രാമസ്വരാജ്. ഓർത്തിരിക്കുക കേട്ടോ. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ശരിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതും ശരിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇവിടെ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം ശരിയാണ് കേട്ടോ. ഇനി പ്രസ്താവനകൾ പരിഗണിക്കുക. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ ജുഡീഷ്യൽ റിവ്യൂ അധികാരം പ്രയോഗിക്കാൻ കഴിയൂ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 എന്നിവയിൽ ജുഡീഷ്യൽ റിവ്യൂ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം ഒരു ജുഡീഷ്യൽ റിവ്യൂ ആണ്. അപ്പം ഈ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതു താല്പര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റാണെന്ന് കണ്ടെത്തുക. അപ്പം പൊതു താല്പര്യ വ്യവഹാരം ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഫലമാണ്. പൊതു താല്പര്യ വ്യവഹാരങ്ങൾ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ഫയൽ ചെയ്യപ്പെടുന്നു. ഏതൊരു വ്യക്തിക്കും അതിൽ താല്പര്യം പരിഗണിക്കാതെ പൊതു താല്പര്യ വ്യവഹാരം ഫയൽ ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ മുകളിലത്തെ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യുമ്പോൾ ബിയും എന്താണ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. സി ആണ് ഒബ്വിയസ്ലി ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ മൗലികാവകാശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി നിർത്തിവെക്കുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഫോർ ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് സസ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെയും സസ്പെൻഷൻ നടക്കുന്നില്ല. അവിടെ ആർട്ടിക്കിൾ 2021 അപ്പോഴും സസ്പെൻഡ് ചെയ്യാതെ നിൽക്കും. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 360 ഫിനാൻഷ്യൽ എമർജൻസി ആണ്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം അസേർഷൻ റീസണിംഗ് ആണ്. അപ്പൊ ഫസ്റ്റ്, ഭരണഘടനയുടെ ഭാഗം 3ഉം 4ഉം ഭരണഘടനയുടെ മനസാക്ഷിയായി കണക്കാക്കപ്പെടുന്നു. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഭാഗം 4ൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ശരിക്കും നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പം നോൺ ജസ്റ്റീഷ്യബിൾ ആൻഡ് അതുപോലെ നോൺ എൻഫോഴ്സിബിൾ റൈറ്റ്സ് ആയിട്ടാണ് അതിനെ പറയുന്നത്. എന്തിനെ? നമ്മുടെ DPSPനെ. അപ്പൊ അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ള റീസണിങ് ആണ്. എ ആണ് കറക്റ്റ്. എ ശരി, ആർ തെറ്റ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. അത് തെറ്റാണ്. 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാളാണ്. 10 lakh:1 എന്നുള്ള റേഷ്യോയിലാണ് അത് വരുന്നത്. അപ്പൊ ഇവിടെ 1ഉം 2ഉം മാത്രമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പം വകുപ്പുകൾ ബി സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിവരണങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഏതാ വരുന്നത്? ആർട്ടിക്കിൾ 30 ആണല്ലേ. ഡി ആണ് വരുന്നത്. ഇനി മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം അതെവിടെയാ വരുന്നത്? വകുപ്പ് 26ലാണ് വരുന്നത്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എബോളിഷൻ ഓഫ് ടൈറ്റിൽസ് വകുപ്പ് 18 ആണ്. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം വകുപ്പ് 22 ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണല്ലേ. 1D,
2C, 3A, 4B. അടുത്ത ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? എന്താണ്? ഓപ്ഷൻ സി, BR ഗവായി ആണ് കറക്റ്റ് ആൻസർ. ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. തെറ്റാണല്ലേ? 30A അല്ല, 300Aയിലേക്കാണ് മാറ്റിയത്. അപ്പൊ 300A ആണ് വരുന്നത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അല്ല, എമർജൻസി പീരീഡിനൊക്കെ ശേഷം. ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്ന് മാത്രമാണ് ശരി ഉത്തരം വരുന്നത്. ഇനി താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ കണ്ടെത്തുക. വിദ്യാഭ്യാസം, വനം, ഇൻഷുറൻസ്, പോലീസ്. അപ്പൊ ഇതിൽ ഏതാ? ഇൻഷുറൻസ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ എന്താണ്? ഭരണഘടനാ ഭേദഗതികളാണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 42ാമത് ഭേദഗതി എന്താ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ 61ാമത് ഭേദഗതി ഏതാ വരുന്നത്? തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 74ാമത് ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചത്, നഗരപാലിക ആക്ട് വരുന്നത്. ഇനി 91ാമത് ഭേദഗതിയിലാണ് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച്. എത്ര ശതമാനം എന്നാണ് നമ്മൾ പറഞ്ഞ? 15% പാടുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1B, 2D, 3A, 4C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അപ്പം കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി, A ഷാജഹാൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? അപ്പം സ്റ്റേറ്റ് PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി, ഗവർണർ ആണ്. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? 2005 ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നു? അപ്പം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം തീർപ്പാക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒറിജിനൽ അധികാര പരിധി, ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്. പക്ഷെ PSCന്റെ ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ക്യാൻസൽ ആക്കിയതെന്ന് അറിയില്ല. ശരിക്കും ഒറിജിനൽ അധികാര പരിധിയാണ് ഉത്തരം വരേണ്ടത് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്തായാലും ക്യാൻസൽ ആയി പോയി. അടുത്ത ചോദ്യം വരുന്നത്, പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 6 മാസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക, ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക, വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക. അപ്പൊ ഇതിൽ 1, 2, 3 എന്താണ്? മൗലിക കടമകളിൽ പെടുന്നതാണ്. 4 പെടാത്തത്. അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 4 മാത്രം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ഭാഗം 20 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? അപ്പൊ വീണ്ടും ഭേദഗതി എന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി, 52ാം ഭേദഗതി കേട്ടോ. അപ്പൊ 52nd അമെന്റ്മെന്റിലാണ് ആന്റി ഡിഫെക്ഷൻ വരുന്നത്, കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് അല്ലെ, ഗോലഖ്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967. അപ്പം ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ഓപ്ഷൻ എ. ഇനി വീണ്ടും ഭേദഗതിയിൽ നിന്നാണ് വന്നേക്കണേ. 73ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ആർട്ടിക്കിൾ 40 ആണ് ശരി ഉത്തരം, ഓപ്ഷൻ ബി ട്ടോ.
ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ശരിയാണല്ലേ? അടുത്തത് പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 40 പാർട്ട് 4-ലാണ്. അതും ശരിയാണ്. പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 24-ആണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അപ്പൊ ഇതിൽ 4th സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3rd സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. പഞ്ചായത്തി രാജ് ദിനം ഓഗസ്റ്റ് 24 അല്ല, ഏപ്രിൽ 24-ആണ്. അപ്പൊ 3 തെറ്റ് വരുന്നത്. അപ്പൊ ശരി ഉത്തരം ഏതാ വരിക? 1, 2, 4 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ഏതാണ് സുവർണ ത്രികോണം? 14, 19, 21 ആണ്. ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ 14, 19, 21. ഇത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗോൾഡൻ ട്രയാങ്കിൾ ആർട്ടിക്കിൾ 14, 19, 21. താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏത്? അപ്പൊ ശിഷ്ടാധികാരം എന്ന് പറയുമ്പോൾ റെസിജ്വറി പവേഴ്സിൽ ഇപ്പം നമ്മൾ ഓൾറെഡി ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ആ ലിസ്റ്റുകളിൽ ഉൾപ്പെടാണ്ട് വരുന്ന പുതിയ വിഷയങ്ങളാണ് ഈ ശിഷ്ടാധികാരത്തിന്റെ പരിധിയിൽ വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സൈബർ നിയമങ്ങൾ. അടുത്തത്, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആര്? ദാക്ഷായണി വേലായുധനാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? അപ്പൊ ഇവിടെ പരിത്യാഗം, പൗരത്വ അപഹാരം, ആർജിത പൗരത്വം, നിർത്തലാക്കൽ എന്ന് പറയുമ്പോൾ റിനൗൺസിയേഷൻ, ഡിപ്രിവിയേഷൻ, അക്വിസിഷൻ, ടെർമിനേഷൻ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 1, 2, 4 ആണ്, ഓപ്ഷൻ സി ആണ്. അപ്പൊ ആർജിത പൗരത്വം എന്ന് പറയുമ്പോൾ അക്വിസിഷൻ അല്ലേ, അത് ഇതിൽ പെടുന്നില്ല കേട്ടോ. സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. USA ഭരണഘടനയിൽ എന്ന പോലെ മൗലിക അവകാശങ്ങൾക്ക് ഇളവ് എന്ന സിദ്ധാന്തം ഡോക്ട്രിൻ ഓഫ് വെയ്വർ ബാധകമല്ല. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവും നിർവഹണപരവുമല്ലാത്തതുമായ മൗലിക അവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണതയുടെ ഭാഗമാണെന്നും മേനകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. മൗലിക അവകാശങ്ങളുടെ സ്വഭാവം കേവലമാണ്, ആബ്സല്യൂട്ട് ആണെന്നാണ് പറയണേ. അപ്പൊ ആബ്സല്യൂട്ട് അല്ലല്ലോ, റീസണബിൾ റെസ്ട്രിക്ഷൻ ഉള്ളതാണ്. അപ്പം ഇപ്പൊ തന്നെ നമുക്ക് 4th തെറ്റാന്ന് പറയാം. ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. മുകളിൽ പറഞ്ഞത് ഏതൊക്കെയാണ് ശരി? അപ്പൊ നമ്മൾ 4th എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ എയും ഡിയും പോയി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ 2, 3, 5 ആണ് ശരി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതോടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. ഓൾസോ നിങ്ങളുടെ ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് റീസെൻ്റ്ലി നമുക്കിപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നമ്മളത് കൺസിഡർ ചെയ്തിട്ട് വീഡിയോസിൽ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഓപ്ഷൻസ് അധികം വായിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ അങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇനിയും ഫീഡ്ബാക്സും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.